ജീവിത സായാഹ്നം ഇന്ന് അനേകർക്കും ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. പ്രായമായ തങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ സ്വന്തം മക്കൾക്ക് സമയവും സൗകര്യവും ഇല്ല എന്നതിനേക്കാളേറെ പലരെയും അലട്ടുന്ന മറ്റൊരു വസ്തുത, ഊണും ഉറക്കവും വെടിഞ്ഞ് രക്തം വിയർപ്പാക്കി ഒരായുസ് മുഴുവൻ കൊണ്ട് സമ്പാദിച്ചതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും എന്നുള്ള ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. തങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ച ഇതെല്ലാം ഉത്തരവാദിത്തമുള്ള ആരെ ഏൽപ്പിക്കും? ജീവൻ പോയി കഴിയുമ്പോൾ പിന്നെ താൻ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ എല്ലാം ഉടമസ്ഥൻ മറ്റാരെങ്കിലും ആകും എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ പ്രയാസമാണെങ്കിൽ, മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ ഒട്ടുമുക്കാലും ആൾക്കാർ അതങ്ങ് സഹിക്കും. എന്നാൽ താൻ സമ്പാദിച്ചതെല്ലാം ആരനുഭവിക്കും, അത് എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് ഭയങ്കരം. സ്വന്തം മക്കൾ ഈ സമ്പാദ്യമെല്ലാം സംരക്ഷിക്കുമെന്ന് പലർക്കും ഒരുറപ്പുമില്ല. ഒന്നുകിൽ മാതാപിതാക്കൾ ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് ഇന്ന് ഈ മക്കളുടെ ഒരു മാസത്തെയോ ഒരു വർഷത്തെയോ വരുമാനം മാത്രമാകുന്നെങ്കിൽ അവർ മാതാപിതാക്കളുടെ ഈ നക്കാപ്പിച്ചയ്ക്ക് എന്ത് വില നൽകും? അല്ലേ? മാതാപിതാക്കൾ പോയി കിട്ടിയിരുന്നെങ്കിൽ തങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ വിലയൊന്നുമില്ലാത്തതാണെങ്കിലും ഉള്ളതൊക്കെ വിറ്റുപിറക്കി സ്ഥലം വിടാമായിരുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. പിന്നെ ആണ്ടിലൊരിക്കൽ പത്രത്തിൽ പടം കൊടുത്ത് ഒന്ന് ഓർത്താൽ മാതാപിതാക്കളോടുള്ള കടപ്പാട് കഴിഞ്ഞു എന്ന് പല മക്കളും ചിന്തിക്കുന്നു. വേറെ ചില മാതാപിതാക്കൾ തങ്ങൾ സമ്പാദിച്ചത് സ്വന്തം മക്കളെ വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നു. മക്കൾ അത് നശിപ്പിക്കുമെന്നതിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ ഇതെന്താകും? ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ഒരു വലിയ അരക്ഷിതത്വത്തിൽ, ഒരു അരാജകത്വത്തിൽ അനേകരും കഴിഞ്ഞുകൂടുന്നു. സത്യമല്ലേ സുഹൃത്തെ? എന്നാൽ സമ്പാദ്യം ഒന്നുമില്ല എങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? സാഹചര്യമുണ്ടായിട്ടും സമ്പാദിക്കാതിരിക്കുന്നത് ബുദ്ധിമോശമാണ്. തീർച്ചയായും സമ്പാദിക്കണം. അനേകർക്കും ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിച്ചു കൂട്ടുവാനുള്ള വെപ്രാളം, ആരോഗ്യം കുറയുമ്പോൾ സമ്പാദ്യം വിട്ടിട്ട് പോകുവാനുള്ള വെപ്രാളം. സുഹൃത്തെ, നിങ്ങൾ സമ്പാദിച്ചത് ഒരിക്കലും നിങ്ങളുടെ തലമുറകൾക്കൊരു ഭാരമായി തീരരുത്. അവരെ അവരുടെ വഴിക്ക് വിട്. അവർ താങ്കളെക്കാൾ ഭംഗിയായി സമ്പാദിച്ചു എന്ന് വന്നേക്കാം. നിങ്ങൾ മക്കൾക്ക് ശരിയായ മാതൃക മാത്രം കാണിച്ചു കൊടുത്താൽ മതിയാകും. ഒരു കാര്യം സദാ ഓർക്കണം, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ വകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ ദൈവമാകുന്നു. അവയെ ശരിയായി നോക്കി നടത്തുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അത്രമാത്രം. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വകകൾ കൊണ്ട് നാം എന്ത് ചെയ്തു എന്ന കണക്കൊരു ദിവസം നാം എല്ലാവരും കൊടുക്കേണ്ടി വരും എന്ന സത്യം മറക്കരുത്. ഞാൻ അതെൻ്റെ മക്കളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയില്ല. എന്നെ ഏൽപ്പിച്ചത് ഞാനാണ് കൈകാര്യം ചെയ്ത് ലാഭമുണ്ടാക്കി കണക്കേൽപ്പിക്കേണ്ടത്. കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിനോട് ദൈവവചനം എതിരല്ല. ശരിയായ മാർഗത്തിലായിരിക്കണമെന്ന് മാത്രം. കൂടുതൽ സമ്പാദിക്കുവാൻ കഴിവും അവസരവും ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് എത്രയധികം സമ്പാദിക്കാമോ അത്രയധികം സമ്പാദിക്കണം. എന്നാൽ സമ്പാദിക്കുമ്പോൾ വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യത്തെ ശരിയാവണ്ണം ഉപയോഗിക്കുവാൻ സാധിക്കൂ. എത്ര സമ്പാദിക്കണം, എത്ര നാൾ സമ്പാദിക്കണം, സമ്പാദിച്ചത് എവിടെ നിക്ഷേപിക്കണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത അത്യാവശ്യമാണ്. സമ്പാദിക്കുമ്പോൾ തന്നെ ഈ വ്യക്തത ഉണ്ടായിരിക്കണം. അതില്ലാത്തതാണ് പലരുടെയും പ്രശ്നം. ഒരായുസ് കൊണ്ട് നേടുവാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ശരിയായ ഒരു പ്ലാനും പദ്ധതിയും നമുക്ക് അത്യാവശ്യമാണ്. ഒരായുസ് കൊണ്ട് എന്താണ് നേടുവാൻ പോകുന്നത്? ഞാനിവിടെ ഉദ്ദേശിച്ചത് ഭൗമികമായ സമ്പാദ്യത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെയുള്ള പ്ലാനിൻ പ്രകാരം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് പൊതുപ്രയോജനത്തിനായി ചെലവഴിക്കുക എന്ന് ഞാൻ പറയും. അതിനെ അത്ര ദൈവത്തോടു കൂടെ സമ്പാദിക്കുക എന്ന് പറയുന്നത്. എൻ്റെ ആ കാലമെല്ലാം കഴിഞ്ഞു സാറേ, ഇനിയും എന്ത് ചെയ്യണമെന്നാകുന്നു താങ്കൾ പറയുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നേരിട്ട് സംസാരിക്കേണ്ട വിഷയമാകട്ടോ.
ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നാം കാണുന്ന യാക്കോബിൻ്റെ ഉറപ്പും ധൈര്യവും പഠിക്കേണ്ടത് തന്നെയാണ്. ജീവിതത്തിൻ്റെ മുക്കാലും ഭാഗം പരാജയത്തിൽ ജീവിച്ച ഈ യാക്കോബ് മരണശയ്യയിൽ ഉന്മേഷവാനും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവനുമായതിൻ്റെ കാരണം ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. തൻ്റെ സമ്പാദ്യമായ മക്കൾ ഓരോരുത്തരും ആരാകും എന്താകും എന്ന് അവൻ അവരോട് തന്നെ പറയുന്നു. തൻ്റെ പ്രയത്നം ഒന്നും പാഴായില്ല എന്ന് ധൈര്യം അവനുണ്ടായിരുന്നു. ഇന്നത്തെ ജീവസന്ദേശത്തിൽ നാം കാണുവാൻ പോകുന്നത് യാക്കോബിൻ്റെ ധൈര്യമാണ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇതാ യാക്കോബ് തൻ്റെ പരദേശവാസം കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ പോകുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നാം കാണുന്നു. 48 വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. തട്ടിയും മുട്ടിയും വീണും എണീറ്റും ആത്മീയ ജീവിതത്തിലാകെ താറുമാറായി എന്ന് ആരും ചിന്തിക്കാവുന്ന സ്ഥിതിയിലായിരുന്ന യാക്കോബ് തൻ്റെ ജീവിതാവസാനത്തിൽ പ്രകടിപ്പിക്കുന്ന വിശ്വാസം അപാരം തന്നെയാണ്. താൻ തൻ്റെ ആയുസ്സിൽ നേടിയത് നാളുകൾക്കപ്പുറം എങ്ങനെ ആയിരിക്കും കാണപ്പെടുവാൻ പോകുന്നത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് യാക്കോബിന് തൻ്റെ മരണക്കിടക്കയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതങ്ങളുമായി എത്രമാത്രം സാമ്യമുള്ള ഒരു ജീവിതമാണ് യാക്കോബിൻ്റേത്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം യാക്കോബിൻ്റെ മരണക്കിടക്കയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ മരണക്കിടക്കയിൽ യാക്കോബ് തന്നെ തന്നെ ശക്തീകരിച്ച് എഴുന്നേറ്റിരുന്ന് യോസഫിൻ്റെ 2 പുത്രന്മാരെ അനുഗ്രഹിക്കുന്നത് നാം കണ്ടതാണ്, പഠിച്ചതാണ്. ആ രംഗത്തിന് ശേഷം യാക്കോബിൻ്റെ മറ്റ് പുത്രന്മാർ കയറി വന്നു. ഇപ്പോഴവൻ്റെ ചുറ്റും 12 പുത്രന്മാരുമുണ്ട്. അവരോട് ഓരോരുത്തരോടും പറയുവാൻ യാക്കോബിന് ഒരു വിടവാങ്ങൽ ദൂതുണ്ട്. അവർ എന്തായിത്തീരുവാൻ പോകുന്നു എന്ന് യാക്കോബ് അവരോട് പ്രവചിക്കുകയാണ്. അവൻ മൂത്ത പുത്രനിൽ ആരംഭിച്ച് ഓരോരുത്തരായി താഴേക്ക് വരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മരണക്കിടക്കയിൽ പറയുന്നത് എന്തും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, വളരെ സത്യസന്ധമായിരിക്കും. കാരണം സാധാരണയായി മറ്റെങ്ങും സത്യം പറഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തി പോലും തൻ്റെ മരണക്കിടക്കയിൽ സത്യം മാത്രമേ പറയൂ. ഇവിടുത്തെ ഈ മരണക്കിടക്കയിലെ ദൂത് വളരെ നാടകീയമാണ്. കാരണം ഇത് പ്രവചനമാകും. യാക്കോബിൻ്റെ 12 പുത്രന്മാർ ഗോത്രങ്ങളാകുമ്പോൾ അവർക്കെന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് പ്രവചനമായിരുന്ന ആ കാര്യങ്ങൾ ഇന്ന് ഒട്ടുമുക്കാലും ചരിത്രമായി കഴിഞ്ഞിരിക്കുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിലെ വിശ്വാസം കാണുവാനുള്ള ഒരു അവസാന അവസരം കൂടിയാണിത്. 12 ഗോത്രങ്ങളായി കനാനിൽ പാർക്കുവാൻ പോകുന്ന തൻ്റെ മക്കളോട് യാക്കോബ് സംസാരിച്ചു. എന്തൊരു വിശ്വാസമില്ലേ! ഒരു കാര്യം മറന്നുപോകരുത്. ഇത് പറയുമ്പോൾ കനാൻ ദേശത്ത് കനാന്യരായിരുന്നു പാർത്തിരുന്നത്, യാക്കോബിൻ്റെ മക്കളായിരുന്നില്ല. അതുമാത്രമല്ല, യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിൽ നല്ല സാഹചര്യത്തിലുമായിരുന്നു. തിരികെ അവർക്ക് പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത്. എന്നാൽ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 49 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗത്തിലേക്കാണ് നാം ഈ വാക്യത്തിൽ വന്നിരിക്കുന്നത്. ചില പദപ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിലൊന്ന് നാം ഇവിടെ തന്നെ വായിക്കുന്നു, ഭാവി കാലത്ത്. ചില പരിഭാഷകളിൽ അന്ത്യകാലത്ത് എന്നാണ് നാം കാണുന്നത്. ഇസ്രായേൽ ജാതിയുടെ അന്ത്യകാലം, സഭയുടെ അന്ത്യകാലത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്രായേൽ ജാതിയുടെ അന്ത്യകാലം. വളരെ വ്യക്തമായ ദൈവിക യുഗ സംബന്ധമായ വ്യത്യാസം വരുത്തിയേ മതിയാകൂ. ഇവിടെ യാക്കോബ് സംസാരിക്കുന്നത് ഇസ്രായേൽ ജാതിയുടെ ഭാവികാലത്തെക്കുറിച്ചാണ്. തൻ്റെ പുത്രന്മാരിൽ നിന്നും ഉടലെടുക്കുവാൻ പോകുന്ന ആ 12 ഗോത്രങ്ങൾ ഉൾപ്പെട്ട രാഷ്ട്രത്തെക്കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ചില പ്രവചനങ്ങൾ നിവൃത്തിയായി എന്ന വസ്തുത പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. എന്നാൽ നമുക്കത് കുറച്ചുകൂടി ചുരുക്കി
ഇസ്രായേലിനെ 12 ഭാഗങ്ങളായി തിരിച്ച് അവർ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിലതൊക്കെ പറയുവാനുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ രാജ്യത്തെ സംബന്ധിച്ച പ്രവചനങ്ങൾ മാത്രമല്ല, ഓരോ ഗോത്രങ്ങളെ സംബന്ധിച്ചവയും നിവൃത്തിയായി. അത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ നാം പഠിക്കുന്ന 49 അധ്യായത്തിൽ ഭാവി കാലത്ത് ഓരോ ഗോത്രത്തിനും എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നതാണ് കാണുന്നത്. ഇവയിൽ ചിലത് നിവൃത്തിയായി കഴിഞ്ഞു, എങ്കിലും കൂടുതലും അവസാന കാലത്തെ നടത്തിപ്പിനായി, അന്ത്യകാലത്തെ നടത്തിപ്പിനായി കാത്തിരിക്കുകയാണ്. എല്ലാം വിശദമായി പോകുവാൻ എനിക്ക് സമയം പോരാ. പ്രധാന കാര്യങ്ങൾ മാത്രം ഞാൻ പറയും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ കാണാത്തതുപോലെ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ചിലർ വളരെ മുൻവിധിയോടെയാണ് ഈ പഠനത്തിലൂടെ പോകുന്നത്. മുൻവിധിയോടെയാണെങ്കിലും പോകുന്നല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനവും പിടിച്ചുകൊണ്ട് ഞാൻ ആ വാക്യത്തിൽ വരുന്നതുവരെ ഈ പ്രിയപ്പെട്ടവർ നോക്കിയിരിക്കും. അവർ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ അതിനെ വിവരിക്കുന്നില്ലെങ്കിൽ, വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ ആകെ നിരാശപ്പെട്ട് അതിനെ വിമർശിക്കും. അവർ പറയുന്നത് ചില വിഷയങ്ങളിൽ ജോർജ് ഫിലിപ്പ് കണ്ണടച്ച് വിടുകയാകുന്നു എന്നത്രേ. സുഹൃത്തെ, ഇന്ന് എനിക്കതിൻ്റെ ഒരാവശ്യവുമില്ല. ഈ കണ്ണടച്ച് വിടേണ്ട ഒരാവശ്യവുമില്ല. ദൈവവചനം പഠിപ്പിക്കണം എന്ന ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെയോ ഏതെങ്കിലും പ്രത്യേക സഭയുടെയോ വക്താവല്ല. എൻ്റെയോ മറ്റാരുടെയുമോ ആശയങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഏതെങ്കിലും ഭാഗം വിവരിക്കാതെ പോയാൽ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും മറ്റേതെങ്കിലും ഭാഗത്ത് ഞാനത് വിവരിക്കും എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. ഇവിടെ ഇതാ വൃദ്ധനായ യാക്കോബ് കട്ടിലിന്റെ തലക്കൽ ചാരിയിരിക്കുന്നു. അവന്റെ വടിയിൽ ചാരിയാണ് ഇരിപ്പ്. തന്റെ ജീവിതത്തെ മുഴുവൻ ഒന്ന് വിശകലനം ചെയ്യണമെന്ന് യാക്കോബിന് ആഗ്രഹമുണ്ടെന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മരണം തീർച്ചയായും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒട്ടുമിക്കവാറും ആളുകൾക്ക് വളരെ അസൗകര്യമായ സമയത്താണ് അത് വരാറുള്ളത്, മരണം. ഇവിടെ വല്ലതുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചുറച്ചിരിക്കുമ്പോൾ ഇതാ മരണം വരുന്നു. ഒന്ന് ജീവിക്കുവാൻ യാക്കോബ് ആരംഭിച്ചതേ ഉള്ളൂ. മകന്റെ ഈ ഉയർച്ചയിൽ ആ ദേശത്ത് ഒന്ന് ജീവിക്കുവാൻ, ഇതുവരെ സമ്പാദിക്കുവാനുള്ള നെട്ടോട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇനിയും ഒന്ന് ജീവിക്കണം. പക്ഷേ മരണം വരുന്നു. തനിക്കിനിയും മുൻപോട്ട് പോകുവാൻ സാധിക്കില്ലെന്ന് യാക്കോബിന് വ്യക്തമായി മനസ്സിലായി. അവന്റെ വടിയിൽ ചാരിയിരിക്കുക. പല വിധത്തിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് യാക്കോബ് എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി. എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ഇന്ന് വളരെയധികം ചിന്തിപ്പിക്കുന്നതായ പൈതൃക ഗുണം എന്ന വലിയ തത്വം ഈ പിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു എന്ന് നാം കാണുന്നു. അതായത് അപ്പനെപ്പോലെ മകനും എന്ന തത്വം. യാക്കോബ് അത് മനസ്സിലാക്കി. എന്നിട്ട് പറയുന്നത്, രൂബേനെ, ഒരു വലിയ പങ്കും നീ എന്നെപ്പോലെ തന്നെയാകുന്നു എന്നത്രേ. വെള്ളം പോലെ തുളുമ്പുന്നവൻ എന്ന് യാക്കോബിനെക്കുറിച്ച് അവൻ്റെ ആദ്യകാലങ്ങളിൽ പറയാവുന്നതാണ്. അവൻ്റെ മൂത്ത പുത്രന്റെ കാര്യത്തിലും അത് സത്യമാണ്. നീ ശ്രേഷ്ഠനായിരിക്കേയില്ല എന്ന് യാക്കോബ് പറയുന്നു. രൂബേൻ ഒരിക്കലും ശ്രേഷ്ഠനായില്ല. എങ്ങും അവനിൽ യാതൊരു ശ്രേഷ്ഠതയും കാണുവാൻ കഴിയുന്നില്ല. ഒരിക്കലും അവൻ ഒന്നാമതായി തീർന്നിട്ടില്ല. ഇന്നും ഇതുപോലെയുള്ള അനേകരെ കാണുവാൻ സാധിക്കും. അവർ ഒരുതരം അലംഭാവത്തോടെ കഴിയുന്നു. മതി, ഇനിയും എന്നെക്കൊണ്ട് വയ്യ. ശ്രേഷ്ഠരാകുവാൻ താല്പര്യവും അവർക്കില്ല. ഉള്ള അവസ്ഥയിൽ ഒതുങ്ങിക്കൂടി കഴിയുവാനുള്ള ഇടുങ്ങിയ ചിന്താഗതി. അവരുടെ കഴിവുകളെ അവർ വികസിപ്പിക്കുന്നില്ല. ശ്രേഷ്ഠരാകുവാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഇവർ ശ്രേഷ്ഠരാകാത്തതിൻ്റെ കാരണം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യമോ മനോഭാവ പിശകോ ഒക്കെ ആകാം.
യാക്കോബിന്റെ ആദ്യജാതനായിരുന്ന രൂബേന്റെ ജീവിതത്തിലെ ആ കരട് യാക്കോബ് തന്നെ ഇവിടെ പറയുന്നു. അതെ, സെക്സ്, അസാൻമാർഗികത്വം, അനേകരുടെയും വലിയ വലിയ കഴിവുകളെ മുരടിപ്പിച്ച ഈ ദുർസ്വഭാവം ഇതാ രൂബേനിലും. ലൈംഗിക വൈകൃതത്താൽ മത്തുപിടിച്ച് സാൻമാർഗികതയുടെ സകല അതിർവരമ്പുകളും ലംഘിച്ച് ജീവിതം പാഴാക്കുന്നു. ഇവിടെ രൂബേൻ അപ്പന്റെ വെപ്പാട്ടിയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഇന്ന് ഇതുപോലെ അസാൻമാർഗികമായി ജീവിക്കുന്ന എത്രയെത്ര പേർ തങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നു. പവിത്രമായ ബന്ധങ്ങളെ കാണുവാൻ കഴിയാതെ കാമാഗ്നിയിൽ വെന്ത് ചാമ്പലാകുന്നു. സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യുന്ന അപ്പന്മാർ, സ്വന്തം സഹോദരിയെ മാനഭംഗപ്പെടുത്തുന്ന സഹോദരന്മാർ. അതേ സുഹൃത്തെ, ഈ സ്വഭാവ വൈകല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ താങ്കൾ ഒരിക്കലും ശ്രേഷ്ഠനാകില്ല. ചിലർക്ക് ഈ പറഞ്ഞ സ്വഭാവ ദൂഷ്യം സെക്സ് ആണെങ്കിൽ മറ്റു ചിലർക്ക് മദ്യമാകും, മയക്കുമരുന്നാകും, വേറെ ചിലർക്ക് അത്യാഗ്രഹമാകും, അസൂയയാകും, മുൻകോപമാകാം. അങ്ങനെ പോകുന്നു ആ പാപത്തിന്റെ പട്ടിക. യാക്കോബ് സ്വന്തം മകനെക്കുറിച്ച് പറയുന്നു, നീ ശ്രേഷ്ഠനാകിയില്ല, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്. ഒരു സ്ഥിരതയുമില്ലാത്ത സ്വഭാവം, വികാരത്തള്ളലിൽ ജീവിക്കുന്നു. വൈകാരികമായി മാത്രം എല്ലാത്തിനെയും കാണുകയും എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുകയും എല്ലാത്തിനോടും പ്രതികരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ഒരിക്കലും ശ്രേഷ്ഠരാകയില്ല. വികാരമാണ് മുൻപിൽ നിൽക്കുന്നത്. രൂബേനെക്കുറിച്ച് യാക്കോബ് ഇവിടെ സൂചിപ്പിക്കുന്ന സംഭവം വെറുപ്പിക്കുന്ന ഒന്നത്രേ. ഈ പുസ്തകം പഠിപ്പിച്ചു വന്നപ്പോൾ ആ ഭാഗത്ത് ഞാൻ അധികം സമയം ചെലവഴിച്ചില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കാരണമുണ്ട്, അങ്ങനെ ചെലവഴിക്കുന്നതിൽ ഞാൻ ഒരർത്ഥവും കാണുന്നില്ല എന്നതുകൊണ്ടാണ്. മനുഷ്യന്റെ പാപ സ്വഭാവത്തെ കണ്ട് രസിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി എഴുതപ്പെട്ടതല്ല തിരുവചനം. വാസ്തവത്തിൽ ദൈവം നമുക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്താണ് പൗലോസിലൂടെ ദൈവം പറഞ്ഞതെന്നറിയാമോ? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ആ ലിസ്റ്റ് പ്രത്യേകം എഴുതി സൂക്ഷിച്ചോണം. അവിടെ വായിക്കുന്നത് ഫിലിപ്പിയർ 4:8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നാം ചിന്തിക്കേണ്ടതിൻ്റെ ഒരു നീണ്ട പട്ടിക ഇവിടെ പൗലോസ് നമുക്ക് നൽകുന്നു. എന്നാൽ ദൈവം മനുഷ്യപാപങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. രൂബേന്റെ പാപവും ദാവീദിന്റെ പാപവും ഒക്കെ രേഖപ്പെടുത്തി. അങ്ങനെ നമുക്ക് മനുഷ്യകുലത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഇനിയും അടുത്ത 2 മക്കളെ ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഒരമ്മ പ്രസവിച്ച സഹോദരന്മാരാണ്. ലേയയുടെ മക്കൾ 5-ാം വാക്യത്തിൽ നാം കാണുന്നു. ശിമെയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. സ്വന്തം സഹോദരിയെ ഒരു മനുഷ്യൻ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ ശിമെയോനും ലേവിയും ശേഖേമിലേക്ക് ചെന്ന് ആ പട്ടണത്തിൽ പാർത്തിരുന്ന നിരപരാധികളെ മുഴുവൻ കൊന്ന സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവർ ഒരു പട്ടണത്തോട് മുഴുവൻ പ്രതികാരം നടത്തി. അവരങ്ങനെ ചെയ്യരുതായിരുന്നു എന്നത് യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുൻകോപം വരുത്തിവെക്കുന്ന വിന ഓർക്കണം. അതിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാണ് ഈ ശിമെയോനും ലേവിയും. ശിമെയോനും ലേവിയും ശേഖേമ്യരോട് ചെയ്തത് തികച്ചും തെറ്റായ കാര്യമായിരുന്നു എന്ന് യാക്കോബ് ഇവിടെ പറയുന്നു. തങ്ങളുടെ സഹോദരിയോട് ചെയ്ത നീചപ്രവൃത്തിക്ക് പകരം വീട്ടുവാൻ നേരായ മാർഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ കോപം അവരെ കൊണ്ട് ചെയ്യിച്ചതേറെ നീചമായ പ്രവൃത്തിയായിപ്പോയി. എല്ലായ്പ്പോഴും കോപം അങ്ങനെയാണ്. അതിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിരിക്കും. കോപം എല്ലായ്പ്പോഴും നാശഹേതുവും അനാവശ്യവുമാകുന്നു എന്ന് പറയുക സാധ്യമല്ല. മറ്റുള്ളവരുടെ നന്മ മാത്രം കണ്ടുകൊണ്ട് ഉണ്ടാകുന്ന കോപം ഒരുപക്ഷെ നന്മയിലേക്ക് നയിച്ചു എന്ന് വരാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം ഇടയ്ക്ക് മുഷിഞ്ഞോ കോപിച്ചോ സംസാരിച്ചാൽ അവരുടെ നന്മയ്ക്കാകും. എന്നാൽ കോപം മിക്കപ്പോഴും നാശഹേതുവും അനാവശ്യവുമാണ്, സ്വാർത്ഥതയാണ്. സദൃശവാക്യങ്ങൾ 14:17 നാം കാണുന്നത് കോപിക്കുന്നവൻ ഒരു വിഡ്ഢിയാകുന്നു എന്നത്രേ. സദൃശവാക്യങ്ങൾ 15:18 നാം വായിക്കുന്നത് മുൻകോപി വാഗ്വാദത്തിനും
ഭിന്നതയ്ക്കും വഴിയൊരുക്കും എന്നത്രേ. സദൃശവാക്യങ്ങൾ 22-24 കാണുന്നത് മുൻകോപിയെ എത്ര അകറ്റി നിർത്താമോ അത്രയും അകറ്റി നിർത്തിക്കോണം എന്നത്രേ. അവനോട് സഹകരിക്കരുത്. മുൻകോപ സ്വഭാവമുള്ളവർക്ക് കണ്ണിൽ കാണുന്നതെല്ലാം കോപിക്കുവാനുള്ള കാരണങ്ങളാണ്. ഇത് സ്വഭാവത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു വൈകല്യമാണ്. കോപിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്. യാക്കോബ് പറയുന്നു, മുൻകോപികളായ തൻ്റെ മക്കൾ ശിമയോന്റെയും ലേവിയുടെയും ആലോചനയിൽ ചേരരുത് എന്ന്. സുഹൃത്തെ, താങ്കൾക്ക് മുൻകോപ സ്വഭാവമുണ്ടോ? എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം താങ്കളെ തീർച്ചയായിട്ടും അതിനെ സഹായിക്കും. 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എൻ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേൽ ചിതറിക്കുകയും ചെയ്യും. നോക്കണേ, എത്ര മോശപ്പെട്ട ഒരു പ്രവചനം. ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപയുടെ പ്രകടനം എന്നാൽ നാം ലേവിയിൽ പിന്നീട് കാണുന്നതാണ്. ഈ ലേവി ഗോത്രം ഇസ്രായേലിൽ ചിതറപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ അവർ പുരോഹിത ഗോത്രമായിരുന്നതിനാലാണ് അങ്ങനെ ചിതറപ്പെട്ടിരുന്നത്. ലേവിയെപ്പോലെ ക്രൂരനായൊരു വ്യക്തിയെ എടുത്ത് തൻ്റെ പുരോഹിതന്മാരുടെ ഗോത്രത്തിൻ്റെ തലവനാക്കി വെക്കുക എന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. അതെ, പാപികളായ നമ്മെ രൂപാന്തരപ്പെടുത്തി രാജകീയ പുരോഹിത വർഗമാക്കി വെച്ച ദൈവകൃപ, അതാണിവിടെ കാണുന്നത്. ഓരോ ക്രിസ്തു വിശ്വാസിയും ഇന്ന് പുരോഹിതന്മാരാണ്. അവരിൽ മാനസാന്തരപ്പെട്ട മദ്യപാനികളും മാനസാന്തരപ്പെട്ട വേശ്യകളും മാനസാന്തരപ്പെട്ട കൊലപാതകന്മാരും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള അനേകരെ എനിക്കറിയാം. എങ്ങനെയാണ് അവർ ദൈവരാജ്യത്തിലെ പുരോഹിതന്മാരായത്? നാം എല്ലാം ആയതുപോലെ തന്നെ. ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപ ഒന്നുകൊണ്ട് മാത്രം. 1 പത്രോസ് 1-19 വാക്യങ്ങളിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മുൻപോട്ട് പോയി പത്രോസ് 2 വാക്യത്തിൽ പറയുന്നതും കൂടി ശ്രദ്ധിച്ചാട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനു പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആരെക്കുറിച്ചാണ് പത്രോസ് ഇവിടെ സംസാരിക്കുന്നത്? യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെക്കുറിച്ചാണ്. അത് ഏതു വലിയ പാപിയെയും ദൈവകൃപയാൽ ദൈവകരുണയാൽ രക്ഷിച്ച് ഇത്രയും വലിയ പദവിയിൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്നും മതിയായവനാണ്. ഇന്നും അതിനായി താങ്കളെ അവൻ ക്ഷണിക്കുന്നു. എത്ര വലിയ പാപിയെയും രക്ഷിക്കുവാൻ താല്പര്യത്തോടെ കാത്തിരുന്ന യേശു കർത്താവിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇന്നത്തെ പഠനം അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. യാക്കോബിനെ പോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള വകകളെല്ലാം നിൻ്റെ ദാനമാകുന്നു എന്നും അതിൻ്റെ ഉടമസ്ഥൻ നീയാകുന്നു എന്നും വീണ്ടും ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളും യഥാർത്ഥമായ പ്രത്യാശയും ഞങ്ങൾക്കൊക്കെ തരണമേ. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകകൾ കർത്താവെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ സ്വർഗീയമായ ജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. കർത്താവെ, ഇന്ന് കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, പ്രായാധിക്യത്തിലും മറ്റും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയം അവരെ അലട്ടുന്നുവെങ്കിൽ ആ വിഷയത്തിന്മേൽ കർത്താവെ അവർക്ക് നീ ആശ്വാസവും സ്വർഗീയമായ സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ പഠനത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.